ഓക്കെ, നമ്മുടെ ചെറുപയർ പരിപ്പ് കറി നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ്. നല്ല ഹെൽത്തി ആയിട്ടൊരു കറിയാണ്. പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതിന് ബെസ്റ്റ് ഒരു കറിയാണ് കേട്ടോ. നോക്കേ, കുറച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. ഓക്കെ, എന്ത് ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിനകത്ത് കുറച്ച് നെയ്യും കൂടെ മേളിലോട്ട് ഒഴിച്ചിട്ട് പപ്പടമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലേ വേറെ കറിയുടെ ആവശ്യമേ ഇല്ല. ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു പരിപ്പ് കറി ഉണ്ടാക്കാൻ പോവാണേ. അതിന് വേണ്ടിയിട്ട് ഉഴുന്ന് പരിപ്പ് ഈ കപ്പിന് അല്ലെങ്കിൽ കപ്പല്ല ഈ ഗ്ലാസ്സിന് ഒരു 3/4 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് ഒരു അരമണിക്കൂർ മുമ്പേ വെള്ളത്തിയിട്ട് കഴുകി 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളത്തിയിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പം ഞാൻ എടുത്ത് വെച്ച അരമണിക്കൂർ മുമ്പേ കൂത്ത ഉഴുന്ന് പരിപ്പാണ്. ഇത് പൊളക്കാത്ത പരിപ്പാണ്. പൊളന്ന പരിപ്പായാലും കുഴപ്പമില്ലേ, ഏത് പരിപ്പായാലും കുഴപ്പമില്ല. അത് 3/4 ഗ്ലാസ്. പിന്നെ ഇതിന് 1/2 ഗ്ലാസ് ചെറുപയർ പരിപ്പ്, പച്ചപ്പയറില്ലേ ആ പരിപ്പാണ്. അന്നേരം അത് ഇതുപോലെ സെയിം ടൈം തന്നെ വെള്ളത്തിയിട്ട് കുതിർത്ത്, ഇത് അധികം അങ്ങ് ഇതായിട്ടില്ല, കുതിർത്ത് വെച്ചതാണ്. ഇതും രണ്ടും ഒരേപോലെ കുതിർത്തതാണേ. ഇത് 1/2 ഗ്ലാസും ഇത് 3/4 ഗ്ലാസ് കേട്ടോ. അപ്പം നമുക്കിത് കറി വെക്കാൻ തുടങ്ങാം. നല്ലൊരു കറിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണേ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ഒരു പ്രഷർ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഇങ്ങോട്ടിടെ. ഇതിനകത്ത് ഈ പയറും ഇടാൻ. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേവാനുള്ള വെള്ളം. ഏകദേശം ഈ ഗ്ലാസ്സിന് ഞാൻ ഉഴുന്ന് ഇത് അളന്ന ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിനൊരു 4-4.5 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ടേ. ഇതൊന്ന് നമുക്ക് പ്രഷർ കൊടുക്കാം. 2 വിസിൽ കേൾക്കുന്നവരെ ഗ്യാസ് ഓണാക്കെ. ഒരു 2 വിസിൽ വരെ വരട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മുടെ ഈ ഇതിങ്ങോട്ട് മാറ്റി വെക്കേ. അതിൻ്റെ പ്രഷറൊക്കെ പോട്ടെ. ഇനി നമുക്ക് ഒരു കടായി എടുത്ത് നോക്കാം. ഗ്യാസ് ഓണാക്കാം. പാത്രം ചൂടാവട്ടെ. ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് അതെല്ലാം ഒന്ന് പൊട്ടിക്കിട്ടട്ടെ. അതോട് ഒരു മുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 4 വെളുത്തുള്ളി അല്ലിയേ, ഒരുവിധം വലിയ വെളുത്തുള്ളി അല്ലിയാണ്, അതരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു ഇടത്തര ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. കുഞ്ഞുകുഞ്ഞായി കഴിയുന്നതാണേ. ഒരു 4 പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 വേപ്പില ഇട്ട് കൊടുക്കാം.
ഇത് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക മതി. ഇതിനകത്ത് ഒരു 10-12 ചെറിയ വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളില്ല സോറി, 10-12 സാമ്പാർ ഉള്ളി, കുഞ്ഞുള്ളിയില്ലേ അതരിഞ്ഞത്, പിന്നെ കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാള ആയാലും മതി. ഒരു ഇടത്തരം സവാള, ഇടത്തരം അല്ല ഒരു വലിയ സവാള ഇട്ട് കൊടുക്കണം. ഒരു 10-12-15 ഉണ്ട്. ഇതൊന്ന് നല്ല വഴറ്റിയെടുക്കാം. ഓക്കെ, നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല വഴന്നു വന്നിട്ടുണ്ട്. ഇതിനകത്ത് വലിയ 2 തക്കാളി അരിഞ്ഞതേ അതിട്ട് കൊടുക്കാം. അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പ് ഉഴുന്നിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ വേവിക്കാൻ വെച്ച്. ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പൊക്കെ അവരൊരു ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഇതുപോലെ 1/2 ടീസ്പൂൺ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇല്ല, ഒരു 1/2 ടീസ്പൂണോളുണ്ട്. ഇതൊന്ന് നല്ല വഴന്ന് കിട്ടണം. ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരണേ, അതുവരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇളക്കിയല്ല ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വെക്കട്ടെ. തക്കാളി ഒന്ന് വെന്ത് കിട്ടട്ടെ. ഒരു 2-3 മിനിറ്റ് മീഡിയത്തിനും സിമ്മിനും ഇടയ്ക്ക് തീ വെക്കാം. നമ്മൾ തക്കാളി നോക്കുന്നതിന് മുമ്പ് നമ്മുടെ പയർ നോക്കാം. പയർ എടുത്തും വെച്ചില്ലേ, ഗ്യാസൊക്കെ പോയി. ഓക്കെ, ഉഴുന്നും പയറും ഒക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് പിടിക്കട്ടെ. നമ്മളെ തക്കാളി നോക്കാം. ഇനി തക്കാളിയൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണേ, ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന ഉഴുന്നില്ലേ, ഉഴുന്നും പയറും കൂടി ഇട്ട് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യാം. ഇതിന് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം. ഇതിനൊരു ശകലം വെള്ളം ഞാൻ ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കട്ടെ. ഓക്കെ, കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നല്ല മിക്സ് ചെയ്യാം. നല്ല കട്ടിയുണ്ട്, കുറച്ച് വെള്ളം ഒഴിക്കണം ഇതിനകത്ത്. ഇനി ഗ്യാസ് ഇതിനകത്തോട്ട് കുറച്ച് ചൂടാക്കിയ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചു. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കേ. തീ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി, ഇഷ്ടമില്ലാത്തവർക്ക് ഇട്ട് കൊടുക്കണ്ട, ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മല്ലിയില, ഫ്രഷ് മല്ലിയില ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേ.
നമ്മളെ തിളച്ച വെള്ളമായിരുന്നു ഒഴിച്ചു കൊടുത്തത്. നല്ല സൂപ്പർ ടേസ്റ്റിലൊരു ഉഴുന്ന് പരിപ്പും ചെറുപയർ പരിപ്പും കൊണ്ടൊരു കറി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇപ്പം ചോറിനായാലും ചപ്പാത്തിക്കായാലും പൂരിക്കായാലും അപ്പത്തിനായാലും പിന്നെ ഒക്കെ നല്ല ബെസ്റ്റ് ഒരു കറിയാണിതേ. ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റായി കറി കഴിക്കാനായിട്ട്. സൂപ്പർ കറി. ഞാൻ കുറച്ച് ചോറിനകത്ത് ഒഴിച്ച് കാണിച്ചതേ. ഒന്ന് തിളച്ചോട്ടെ. ഓക്കെ, നമ്മുടെ ചെറുപയർ പരിപ്പ് കറി നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ്. നല്ല ഹെൽത്തി ആയിട്ടൊരു കറിയാണ്. പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതിന് ബെസ്റ്റ് ഒരു കറിയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചോറിനകത്ത് ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. കുറച്ച് ചോറിനകത്ത് ഒഴിച്ച് ഞാൻ കാണിച്ചേ. നല്ല മണം. ഇനി നോക്കേ, കുറച്ച് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. കർക്കിടക മാസമൊക്കെ അല്ലേ വരുന്നത്, അപ്പം നല്ലൊരു കറിയാണിത്. ഓക്കെ, എന്ത് ടേസ്റ്റാണ് ഇത് കഴിക്കാനകത്ത്. ഇതിനകത്ത് കുറച്ച് നെയ്യും കൂടെ മേളിലോട്ട് ഒഴിച്ചിട്ട് പപ്പടമൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലേ വേറെ കറിയുടെ ആവശ്യമേ ഇല്ല. ഒരു ശകലം പിക്കിളും. നല്ല ടേസ്റ്റാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. പ്രായമായവർക്കും നല്ലതാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.